ഉത്തർപ്രദേശ് വീണ്ടും ചരിത്രം സൃഷ്ടിക്കുകയാണ്. 48 മണിക്കൂറിനുള്ളിൽ 35 ഏറ്റുമുട്ടലുകളാണ് ഉത്തർപ്രദേശിൽ നടന്നത്. ഉത്തർപ്രദേശ് പോലീസ് നടപടിയിൽ 3 പേർ മരിച്ചുവെന്നും 35 പേർക്ക് പരിക്കേറ്റു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. നമുക്കറിയാം, എൻകൗണ്ടർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റുമുട്ടൽ, കൊലപാതകം, മരണം എന്നൊക്കെ പറയുന്നത് ഉത്തർപ്രദേശിൽ ഇപ്പോൾ ഒരു പുത്തരിയല്ല. ഉത്തർപ്രദേശിൽ ഏതൊരു റേപ്പിസ്റ്റിനെ പിടിച്ചാലും, ബലാത്സംഗ വീരനെ പിടിച്ചാലും, പീഡകനെ പിടിച്ചാലും, കൊള്ളക്കാരനെയോ മോഷ്ടാവിനെയോ പിടിച്ചാലും അവസാനം നമ്മൾ കേൾക്കുന്ന വാർത്ത ഇയാൾ കോടതിയിലെത്തി, കോടതി ഇയാളുടെ കേസ് നീട്ടിവെച്ചു, കോടതി അവസാനം 10-12 വർഷങ്ങൾക്ക് ശേഷം ഇയാളെ ശിക്ഷിച്ചു എന്നുള്ളതൊന്നുമല്ല. രണ്ടിൻ്റെ അന്ന് വണ്ടി മറിഞ്ഞു, ഇയാൾ പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചു, പോലീസ് ഇയാളെ വെടിവെച്ച് കൊന്നു എന്നാണ് നമ്മൾ കേൾക്കാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോഴിതാ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് 48 മണിക്കൂറിനുള്ളിൽ 35 ഏറ്റുമുട്ടലുകളാണ് ഉത്തർപ്രദേശിൽ നടന്നത് അല്ലെങ്കിൽ നടത്തിയിരിക്കുന്നത് പോലീസ്. മെയ് 6-നും മെയ് 7-നും ഇടയിൽ ഉത്തർപ്രദേശിൽ 35 ഏറ്റുമുട്ടലുകൾ നടന്നു. ഇതിൽ 3 പേർ കൊല്ലപ്പെടുകയും 35 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്ന് പോലീസ് രേഖകൾ സൂചിപ്പിക്കുന്നു. ഈ വെടിവെപ്പുകളിലെ മിക്ക സംഭവങ്ങളും ക്രമസമാധാനമാണ് എന്നാണ് നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്ന കാര്യം. പ്രതികൾ പോലീസ് നേരെ വെടിയുതിർക്കുകയും രക്ഷപ്പെടാൻ ശ്രമിക്കുകയും പ്രതികാര നടപടിയിൽ പോലീസ് തിരിച്ചു വെടിവെക്കുകയും ചെയ്തു എന്നാണ് ഇവർ അപ്പോൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഹർദോയ്, മധുര, ബറേലി, ഗോണ്ട, ഇച്ചാവ, ശ്രാവാസ്തവി, ലഖീംപൂർ ഖേരി, മുസാഫർ നഗർ, ഷാംലി, വാരണാസി, ഫത്തേപൂർ, കൗശാംബി, അരോഹ, റായ്ബറേലി, ജൗൻപൂർ, മൗ എന്നിവിടങ്ങളിലാണ് ഏറ്റുമുട്ടലുണ്ടായതായി പോലീസ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. മുസാഫർ നഗറിൽ മാത്രമായി 7 ഏറ്റുമുട്ടലുകൾ നടന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ്.